മോർണിംഗ് ഡ്യൂട്ടികൾ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. 6:30-ക്കാണ് കേട്ടോ ഡ്യൂട്ടി. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. കുഞ്ഞുമോള് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവളെ എഴുന്നേൽപ്പിക്കാണ്ട് ജസ്റ്റ് തലയണയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അപ്പം മുട്ട രാവിലത്തേക്ക് 2 പുഴുങ്ങാൻ വെച്ചു. അതുപോലെ കഞ്ഞിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. കഞ്ഞിയും പയറും ജസ്റ്റ് കുക്കറിൽ അടിച്ചു കൊടുത്താൽ അവൾക്ക് അത് ഇഷ്ടമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പനിയും കൂടിയല്ലേ. പിന്നെ ഞാൻ റെഡിയായി സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. കാരണം നല്ല മഞ്ഞും തണുപ്പും ഉണ്ടായിരുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത്ര തണുപ്പുണ്ടായിരുന്നില്ല. ഞാൻ നേരെ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വണ്ടിയിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. പിന്നെ ആരെയും അധികം കാണാനുണ്ടായിരുന്നില്ല, തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിലും ഇതേ മഞ്ഞായിരുന്നു, അന്നേരവും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 3 മണിയായപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ. 6:30-ക്ക് കയറിയാൽ. അങ്ങനെ ഞാൻ 3 മണിക്ക് ഇറങ്ങി വീട്ടിൽ വന്നു. കുഞ്ഞുമോളെയും കൂട്ടി നേരെ മുടി വെട്ടാൻ പോയിട്ടോ. നേരത്തെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അങ്ങനെ മുടിയൊക്കെ നല്ല വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൗണ്ട് അടിച്ച് ഇങ്ങനെ വെട്ടിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഞങ്ങൾ 2 പേരും കൂടി നേരെ എൻ്റെ വാച്ച് നന്നാക്കാനായിട്ട് മൈജിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നാണ് എടുത്തത്. അപ്പം ഞാൻ മൈജി പോയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. മോർണിംഗ് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.